നമസ്കാരം. ഇന്ന് ഭഗവാൻ നൽകുന്ന ചിങ്ങം 1 പുതുവർഷം 1200 ആണ്ട്, കൊല്ലവർഷം 1200 ആണ്ട്, ചിങ്ങം 1. ഇന്ന് 16 തീയതി രാത്രി 7:43 ചിങ്ങരവി സംക്രമം നടന്നു. ഈ പുതുവർഷത്തിൽ ഭഗവാൻ നമുക്ക് തരുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആ മെസ്സേജ് സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു വർഷത്തെ ഐശ്വര്യപ്രദമാക്കാം. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവ. ഓം നമോ ഭഗവതേ വാസുദേവ. 2 കാർഡ് നമ്മൾ എടുക്കുകയാണ്. ഇതില് എറ്റേണൽ ബോണ്ട് നല്ലൊരു കാർഡാണ്. ഇനിയൊരു കാർഡും കൂടി എടുത്തു. ഷെയർ യുവർ ബൗണ്ടീസ്. അപ്പൊ നമുക്ക് നിങ്ങൾ ആദ്യം ഇത് കാണുക. നിങ്ങളുടെ മനസ്സിൽ എന്ത് മെസ്സേജ് ആണോ, എന്ത് സന്ദേശമാണോ വരുന്നത് എന്ന് നോക്കാം. എറ്റേണൽ ബോണ്ട്, ഷെയർ യുവർ ബൗണ്ടീസ്. Merge yourself in him and you will find a lifetime of joy and eternal bliss. You have enough for your needs and some extra too. Share it with others. Remember the golden rule. What you give, you get back. അപ്പൊ ഈ 2 മെസ്സേജ് കണ്ടിട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്താണ് തോന്നുന്നത്? ഒന്ന്, മെർജ് യുവർ സെൽഫ് ലൈഫ് ഇൻ ഹിം ആൻഡ് യു വിൽ ഫൈൻഡ് എ ലൈഫ് ടൈം ഓഫ് ജോയ് ആൻഡ് എറ്റേണൽ ബ്ലെസ്. ഇതാണ് ഒന്നാമത്തെ എറ്റേണൽ ബോണ്ടില്. ഇത് ഷെയർ യുവർ ബൗണ്ടീസ്. യു ഹാവ് ഇനഫ് ഫോർ യുവർ നീഡ്സ് ആൻഡ് സം എക്സ്ട്രാ ടു. ഷെയർ ഇറ്റ് വിത്ത് അതേഴ്സ്. റിമെമ്പർ ദ ഗോൾഡൻ റൂൾ. വാട്ട് യു ഗിവ്, യു ഗെറ്റ് ബാക്ക്. അപ്പൊ എല്ലാവരും ഇപ്പോൾ മനസ്സിൽ നിങ്ങളുടേതായ ഒരു സന്ദേശം ശ്രദ്ധിച്ച് ഉള്ളിൽ വന്നിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ലഭിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി എൻ്റെ മനസ്സിൽ തോന്നുന്ന ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. എറ്റേണൽ ബോണ്ട് അല്ലേ? അപ്പോൾ എറ്റേണൽ ബോണ്ട് എന്ന് പറയുമ്പോൾ ദൈവവുമായിട്ടുള്ളൊരു ബന്ധം തന്നെ നമുക്ക് പറയാം. മെർജ് യുവർ സെൽഫ് ഇൻ ആൻഡ് യു വിൽ ഫൈൻഡ് എ ലൈഫ് ടൈം ഓഫ് ജോയ് ആൻഡ് എറ്റേണൽ ബ്ലെസ്. അപ്പോൾ നമ്മൾ ആ ദൈവത്തിലേക്ക്, ആ ദൈവിക ചൈതന്യത്തിലേക്ക് കൂടിച്ചേരുക. ഭക്തി കൊണ്ട്, ഉത്തമമായ ഭക്തി കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ അതിന് സഹായിക്കും. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ? നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എറ്റേണൽ ദൈവത്തിൽ നിന്ന് വന്നവരാ. ദൈവത്തിൻ്റെ അംശമാണ്. നമ്മുടെ ശരീരമാണെങ്കിലും ഭൂമിയാണെങ്കിലും പ്രപഞ്ചമാണെങ്കിലും എല്ലാം. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നമ്മളാകുന്ന ഒരു സോളും അത് തന്നെ, ദൈവത്തിൻ്റെ ഭാഗം തന്നെ. അപ്പോൾ മെർജ് യുവർ സെൽഫ് ഇൻ ഹിം. അപ്പോൾ വീണ്ടും നമ്മൾ ആ ദൈവവുമായിട്ട് ആ ഒരു ബോണ്ട് സ്ഥാപിക്കുക. എറ്റേണൽ ബോണ്ട് നമുക്ക് അനന്തമായ, ഒരിക്കലും അവസാനിക്കാത്ത. അപ്പോൾ നമുക്ക് എന്താണ് ലൈഫ് ടൈം ഓഫ് ജോയ് ആൻഡ് എറ്റേണൽ ബ്ലെസ്സാണ്. ശരിക്കും നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മെറ്റീരിയലിലേക്കാണ് നമ്മൾ മെർജ് ചെയ്യുന്നത്. മെറ്റീരിയൽ വസ്തുക്കളിലേക്ക്, മെറ്റീരിയൽ ലൈഫിലേക്ക് മാത്രമാണ് നമ്മൾ മെർജ് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിന് നമ്മളവിടെ ഒരു ഗ്യാപ്പ് വരികയാണ്. അപ്പോൾ അതിനനുസരിച്ച് കാർഡ് തന്നെ നമുക്കിപ്പോൾ തന്നിരിക്കുന്നത് ഷെയർ യുവർ ബൗണ്ടീസ്. അപ്പം നമ്മൾ എറ്റേണൽ ബ്ലെസ്സിന് നമ്മൾ അതിന് തയ്യാറാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് സമ്മാനമായി ലഭിച്ച കാര്യങ്ങളെ, നമുക്ക് പാരിതോഷികമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർ തന്നത്, അല്ലെങ്കിൽ ദൈവം തന്നത്, നമ്മളത് ഷെയർ ചെയ്യുക. നമ്മളെന്താ ചെയ്യുക? നമുക്ക് ലഭിക്കുന്നതൊക്കെ നമുക്ക് തന്നെ മതി എന്നുള്ള രീതിയിൽ വെച്ചുകൊണ്ടിരിക്കാതെ നമ്മുടെ ആവശ്യത്തിന് എടുക്കാം. ഓക്കെ, നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പം എന്താണെങ്കിലും ഇപ്പം സ്നേഹം നമുക്ക് ഉദാരമായി നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ഇതാണ്. കാരണം ദൈവത്തിൻ്റെ സ്നേഹം ഇഷ്ടം പോലെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്നേഹം ഷെയർ ചെയ്യുക. അതായത് സ്നേഹം ഷെയർ ചെയ്യുക എങ്ങനെയാണ്? കരുണ, മറ്റുള്ളവരുടെ ആ ദുഃഖങ്ങളിൽ, വിഷമതകളിൽ ഒക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ, അവരെ ഉയർത്താനുള്ള സഹായങ്ങൾ ചെയ്യുക. സാമ്പത്തികത്തിന് നമുക്ക് കഴിയില്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമുക്ക് അവരെ ഉയർത്താനുള്ള കഴിവുകൾ, ആ ഒരു സഹായങ്ങൾ ചെയ്യാം. അത് ദൈവത്തിൻ്റെ ഒരു ഉദാരമായ സമ്മാനമാണ് നമുക്ക് ആ കഴിവ് തന്നത്. നമുക്ക് അതിനുള്ളൊരു ശ്രേഷ്ഠത തന്ന, അല്ലെങ്കിൽ ഒരു കഴിവ്, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനുള്ളൊരു അവസരം തരുന്നതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ ഒരു ഔദാര്യമാണ്. നമ്മളിപ്പോൾ അത് പറ്റിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ നമ്മുടെ കയ്യിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്. മെറ്റീരിയൽ ആണെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്, മറ്റൊരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് ഷെയർ ചെയ്യുക.
അപ്പം എന്താണ് സ്നേഹം ഷെയർ ചെയ്യുക, വിശ്വാസത ഷെയർ ചെയ്യുക, മറ്റുള്ളവർ ഉയർത്താനുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ നമുക്ക് നൽകുന്നത് അതാണ് ദൈവം വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്. റിമെമ്പർ ദ ഗോൾഡൻ റൂളാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വാട്ട് യു ഗിവ് യു ഗെറ്റ് ബാക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്താണോ മനസ്സറിഞ്ഞ് സ്നേഹത്തോടെ നൽകുന്നത് അത് നമുക്ക് തിരികെ കിട്ടുന്ന കേട്ടോ. അപ്പം നമ്മുടെ കയ്യിലുള്ളത് യു ഹാവ് ഇനഫ് ഫോർ യുവർ നീഡ്സ് ആൻഡ് സം എക്സ്ട്രാ ടു. അപ്പം നമുക്കുള്ളതിൽ കൂടുതലുണ്ട് എന്നാണ് പറയുന്നത് നമ്മുടെ കയ്യിൽ. അത് ശരിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എക്സ്ട്രാ നമ്മൾ എപ്പോഴും കരുതുന്നൊരു സ്വഭാവമുണ്ട്, നമ്മളെ മാത്രം കണ്ടുകൊണ്ട്. അപ്പോൾ ദൈവത്തിനെ മറക്കണം അവിടെ. ദൈവത്തിനെ മറക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ മെറ്റീരിയൽ ലൈഫിലേക്ക്, നേരത്തെ പറഞ്ഞ അത് കാര്യമാണ്, മെറ്റീരിയൽ ലൈഫിലേക്ക് മാത്രമായി നമ്മുടെ ശ്രദ്ധ തിരിയാണ്. അപ്പോൾ കൂടുതൽ മെറ്റീരിയൽ നമ്മൾ സംഭരിച്ച് വെക്കാനാണ്. പണം അല്ലെങ്കിൽ മറ്റ് വസ്തുക്കൾ, ഭൂമി, വീണ്ടും ഭൂമി വാങ്ങിച്ചു കിട്ടുന്നവരെ കാണാം. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ എന്തായി, നമുക്കുള്ളതിനേക്കാൾ അധികം വന്നിട്ട് നമ്മൾ അതിലേക്ക് തന്നെ തിരിയുക. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും വസ്തുക്കൾ, മൊബൈൽ ഫോണുകൾ ഇഷ്ടംപോലെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കൂടുതലാണ്, പുതിയത് വരുമ്പോൾ വാങ്ങാം. അങ്ങനെയുണ്ട്. എന്നിട്ട് അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ആവശ്യമില്ലെങ്കിൽ കൂടി നമ്മളത് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കും. അപ്പോൾ അങ്ങനെ ഭക്ഷണം നമുക്ക് കഴിക്കാനുണ്ട്, എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമ്മളത് മറ്റുള്ളവർക്ക് കഴിക്കാൻ കൊടുക്കുക. അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് ദൈവം തന്നിട്ടുള്ള എല്ലാം ദൈവം തന്നിട്ടുള്ളതാണ്. ഈ ഭക്ഷണമൊക്കെ, പഴവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങൾ, നെല്ല്, ഈ അരിയൊക്കെ ദൈവം സൃഷ്ടിച്ച സസ്യജാലങ്ങളാണ് നമുക്ക് നൽകുന്നത് കേട്ടോ. മഴ, വെള്ളം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ എല്ലാം വായു, സൂര്യപ്രകാശം ഒക്കെ നമുക്കുണ്ടാവും. സ്നേഹിക്കാനുള്ള കഴിവ്. അപ്പോൾ ഷെയർ ഇറ്റ് വിത്ത് അതേഴ്സ്. നമുക്കുണ്ട് എങ്കിൽ ബാക്കിയുള്ളത് നമ്മൾ കുറച്ചെങ്കിലും നമ്മൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. ഇന്നത്തെ ഒരു ജീവിതം ഇന്നു മുതൽ അങ്ങനെ ഒരു എറ്റേണൽ ബോണ്ട് സ്ഥാപിക്കാം. നമ്മൾ മെറ്റീരിയലിലേക്കുള്ള അറ്റാച്ച്മെൻറ്റ് വിട്ടിട്ട് ദൈവമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റിലേക്ക് കടക്കാനാണ് പറയുന്നത്. 2 കാർഡും കറക്റ്റ് കാർഡ് ഭഗവാൻ എപ്പോഴും നമ്മുടെ കയ്യിൽ തരിക. ഒന്നൊന്നിനോട് ബന്ധമാണത്. മെർജ് യുവർ സെൽഫ് ഇൻ ഹിം ആൻഡ് യു വിൽ ഫൈൻഡ് എ ലൈഫ് ടൈം ഓഫ് ജോയ് ആൻഡ് എറ്റേണൽ ബ്ലെസ്. കാരണം ഇതിൽ പറയുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ മെറ്റീരിയൽ ലൈഫിലേക്ക് മാത്രം ശ്രദ്ധിച്ച് പോകുമ്പോൾ നമുക്കൊരിക്കലും സന്തോഷം കിട്ടില്ല. കാരണം ഇപ്പോൾ ഒരു പുതിയൊരു കാറ് വാങ്ങി, ഇപ്പോൾ നമുക്ക് കാണാം, പണം ധാരാളമുള്ളവർ പുതിയൊരു കാറ് വാങ്ങി കുറച്ച് കഴിയുമ്പോൾ വേറൊരു കാറ് വാങ്ങും, മറ്റൊരു മോഡല്. കാരണം എന്ന് വെച്ചാൽ ഒരു വസ്തു ഉപയോഗിച്ച് കഴിയുമ്പോൾ, മെറ്റീരിയലിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്, ഒരു വസ്തു ഉപയോഗിച്ച് കഴിയുമ്പോൾ കുറച്ച് മടുപ്പ് വരും. കാരണം ആ വസ്തുവിനെ പിന്നെ അടുത്ത വസ്തുവിലേക്ക് നീങ്ങും. ഇപ്പോൾ ഏത് കാര്യമാണെങ്കിലും, മൊബൈൽ കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് തോന്നും പുതിയൊരു മൊബൈൽ വാങ്ങാമെന്ന്. അതുപോലെ എന്തും അതെന്താണെന്ന് വെച്ചാൽ ആ ആനന്ദം, പരമമായ ആനന്ദം, ദൈവത്തിൽ കൂടിച്ചേരുമ്പോഴുള്ള ആനന്ദം, ദൈവത്തിനെ അറിയുമ്പോഴുള്ള ആനന്ദം നമുക്ക് ലഭിക്കില്ല സാധാരണ മെറ്റീരിയലിനെ ബേസ് ചെയ്ത് പോകുമ്പോഴേ. അപ്പോൾ മെറ്റീരിയലിനോടുള്ള ഇഷ്ടം വിടുക എങ്ങനെയാണ്? നമുക്കുള്ളതും കൂടി നമ്മൾ മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ കൂടുതലുള്ളത് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ മെറ്റീരിയലിനോടുള്ള അറ്റാച്ച്മെൻറ്റ് നമ്മൾ കുറയണം അവിടെ. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കും തോറും നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരികയാണ്. നമ്മുടെ തുലാസ് ഉണ്ടല്ലോ, പണ്ടത്തെ തുലാസ് എല്ലാവരും കാണും. ഇപ്പോൾ വെയിങ് മെഷീനാണ്. ഒരു സൈഡ് നിന്ന് നമ്മൾ കൊടുത്തു കൂടുമ്പോൾ മറ്റേ സൈഡ് താഴും. അപ്പോൾ സ്നേഹം ഭഗവാനോടായി തുടങ്ങും. മെറ്റീരിയലിനോടുള്ള സ്നേഹം വിട്ടിട്ട് ഭഗവാനോടുള്ള സ്നേഹം. അപ്പോൾ അത് എറ്റേണൽ ബോണ്ടാണ്, ഒരിക്കലും അവസാനിക്കാത്ത. മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ ഒരു ജീവിതം കഴിഞ്ഞു. ഈ ഒരു ജീവിതം അവസാനിച്ചാൽ നമ്മുടെ ഇവിടെ വാങ്ങിക്കൂട്ടിയതൊന്നും നമുക്ക് പിന്നെ ഒരിക്കലും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, നമ്മൾ ഉപയോഗിക്കില്ല. അപ്പോൾ എന്താ, ആ ഒരു മെറ്റീരിയലും നമ്മളുള്ള ബന്ധം അവിടെ തീരാണ്, ഒരു ലൈഫ് തീരുമ്പോൾ. പക്ഷെ ദൈവമായിട്ടുള്ള ബന്ധം തീരില്ല. വീണ്ടും ജന്മങ്ങളായിട്ട് അത് ആ ബന്ധങ്ങൾ നിലനിർത്തി പോയി ലാസ്റ്റ് ദൈവത്തിലേക്ക് തന്നെ, ഭഗവാനിലേക്ക് തന്നെ കൂടിച്ചേരും നമ്മൾ. ആ എറ്റേണൽ ബോണ്ട് നമ്മൾ ഇപ്പോൾ വിടരുത്, മെറ്റീരിയലിനെ ബേസ് ചെയ്തുകൊണ്ട് വിടരുതെന്നാണ് ദൈവം വീണ്ടും ഈ ഒരു പുതുവർഷമായിട്ട് നമുക്കിന്ന് ഓർമ്മപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു മെസ്സേജാണ്. നമ്മളിപ്പോൾ പതുക്കെ ദൈവത്തിലേക്ക് കൂടുതൽ, കാരണം അത് ഇന്നും തുടങ്ങിയ ബന്ധമല്ല, ജന്മാന്തരങ്ങളായിട്ട് നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബന്ധമാണത്. നമ്മൾ മെറ്റീരിയലിനെ നമുക്ക് പതുക്കെ ഉള്ളതിലധികം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ളതിലധികം ഉണ്ടെങ്കിൽ നമ്മൾ പതുക്കെ മറ്റുള്ളവർക്ക് ഇല്ലാത്തവർക്ക് കൊടുത്ത്. അപ്പോൾ ദൈവം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, വാട്ട് യു ഗിവ് യു ഗെറ്റ് ബാക്ക് എന്നാണ്. നമ്മൾ കൂടുതൽ കൊടുക്കും തോറും, സ്നേഹത്തോടെ, കരുണയോടുകൂടി, നന്മയോടെ കൊടുക്കും തോറും നമുക്കതിനേക്കാൾ കൂടുതൽ ദൈവം തിരിച്ചു തരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നല്ലൊരു മെസ്സേജാണ്. അപ്പോൾ ഈ മെസ്സേജ്
ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ ദിവസവും ഇതുപോലെ മെസ്സേജ് ഇടുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ അമ്മ പ്രാർത്ഥനാ ധ്യാനത്തിൽ നമ്മുടെ തന്നെ ചാനലായ അല്ലെങ്കിൽ മറ്റൊരു സ്നേഹജ്യോതിസ് ഗുരുകുലം എന്ന ചാനലിൽ. കാരണം 2 കൂട്ടർക്കും ലഭിക്കുന്നതിന് വേണ്ടി ഒരു ദിവസം ഒരു ചാനലിൽ, മറ്റൊരു ദിവസം അടുത്ത ചാനലിൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഈ ഒരു മെസ്സേജ് സന്ദേശം തന്ന ഈ കൃഷ്ണ സന്ദേശം തന്ന ഭഗവാന് ഹൃദയം നിറഞ്ഞ നന്ദി.